ഒരു ദൈവഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ മാത്രം ഒരുക്കുന്ന ഒരു ജീവിതമല്ല. ഏതു സമയത്തും വിളിച്ചാലും ആ ശബ്ദം തിരിച്ചറിയണം. എനിക്ക് എന്റെ ദൈവശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ എത്ര തിരക്കിലാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ വിഷയത്തിലാണെന്ന് പറഞ്ഞാലും ആ ശബ്ദം നോക്കി കേൾക്കുവാൻ കഴിയും. അബ്രഹാമിനെ പരീക്ഷിച്ചു നിന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. നമ്മളോ ഒന്ന് തിരിഞ്ഞു നോക്കിയാ ഭാഗ്യം അല്ലേ? ദൈവം പറയുമ്പോൾ പ്രതികരിക്കണം. ദൈവത്തിന്റെ വചനം വെളിപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഇങ്ങനെ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരോർക്കറിയാം ഇത് എന്നോടാ സംസാരിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ അത് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനറിയാം. ആ സമയത്ത് അതിനെ അടിയൻ ഇതാ എന്ന് പറഞ്ഞ് അതിനെ നീ കയറി പിടിച്ചാൽ, ഈ വചനത്തിനു മുമ്പിൽ ആരെങ്കിലും സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രതികരിക്കണം. വിളി കേൾക്കുന്നവനോട് ദൈവം എന്തെങ്കിലും പറയത്തുള്ളത്. കർത്താവ് എന്നോടൊന്നും ഇടപെടുന്നില്ല. നമ്മൾ ആരുടെ അടുത്ത് കേൾക്കാനാ ഇരിക്കുന്നേ? നമുക്ക് പ്രവാചകനിൽ നിന്ന് കേൾക്കണം. എടാ, ദൈവത്തിന് പ്രവാചകനോടല്ല പറയാനുള്ളത്, നിന്നോടാ പറയാനുള്ളത്. അതിനെന്തു വേണം? നീ ആദ്യം ദൈവം വിളിക്കുമ്പോൾ വിളി കേൾക്കണമെന്ന്. ഇന്ന് പകൽക്കാലം ദൈവം നിന്നോട് നേരിട്ട് സംസാരിക്കും. നമുക്കതിനൊന്നും സമയമില്ല. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നേ പ്രാർത്ഥിക്കട്ടെ, വേറെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നേ പ്രാർത്ഥിക്കട്ടെ, എനിക്ക് സമയമില്ല. അവരെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആലോചന എന്നോട് പറയട്ടെ. ആ സ്വഭാവത്തിൽ നിന്ന് മാറി ദൈവം എന്നോട് സംസാരിക്കണം. അതിന് നീ സമർപ്പിച്ചതിന്റെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്നോട് തുടർന്ന് സംസാരിക്കും.